ഇനിയാണ് നമ്മളെ ഞെട്ടിപ്പിച്ച കാര്യം നടന്നത്. ഇന്ന് നമുക്ക് രണ്ടുപേരും കൂടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതും സെയിം അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ഇവനും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. 12:30 ആയിട്ടും ഓർഡർ അടിച്ചിട്ടില്ലേ എന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനിക്ക് ഒരു ഓർഡർ അടിച്ചു. ആ ഓർഡർ അടിച്ച് ഇവൻ പോയി. തൊട്ട് പിറകെ എനിക്ക് ഒരു ഓർഡർ അടിച്ചു. ആ ഓർഡർ അടിച്ചപ്പോഴേ എനിക്കൊരു സംശയം. കാരണം അവനിക്ക് കാണിച്ച അതേ എമൗണ്ടാണ് എനിക്കും കാണിച്ചത്. നേരെ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ എത്തി അഡ്രസ്സ് നോക്കിയപ്പോഴാണ് എനിക്ക് അവനും സെയിം കസ്റ്റമറാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന്. എനിക്ക് ഊണും അവനിക്ക് ബിരിയാണിയും ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ രണ്ട് ഓർഡറും പിക്ക് ചെയ്ത് ഒരുമിച്ച് തന്നെ ഫുഡ് റെഡിയായി നേരെ കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് രണ്ടുപേർക്കും വഴി തെറ്റി. കാരണം ഒരേ ഗൂഗിൾ മാപ്പാണല്ലോ. അങ്ങനെ കസ്റ്റമറിൻ്റെ വീട് കണ്ടെത്തി കൊടുത്തപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ എമൗണ്ടാണ്. 101 രൂപയും 83 പൈസയാണ് രണ്ടുപേരും കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ഞെട്ടിപ്പിച്ച കാര്യം നടന്നത്. നമ്മൾ ഈ ഫുഡ് ഡെലിവറി ചെയ്ത ഉടനെ തന്നെ രണ്ടുപേർക്കും പുതിയ ഓർഡർ കിട്ടി. അതും ഡ്രീംസ് മാളിൽ നിന്നാണ് അടിച്ചത്. അങ്ങനെ നമ്മൾ നേരെ ഡ്രീംസ് മാളിൽ എത്തി. അങ്ങനെ ഓർഡർ ചെയ്ത കസ്റ്റമറിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. രണ്ടുപേർക്കും സെയിം കസ്റ്റമർ വീണ്ടും. ആദ്യം കൊടുത്ത കസ്റ്റമർ അല്ല കേട്ടോ, ഇത് വേറെ കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഡ്രീംസ് മാളിൽ നിന്ന് നമ്മൾ ഫുഡ് കളക്ട് ചെയ്ത് ഒരേ റൂട്ടിൽ വീണ്ടും പോയി. വീണ്ടും ഒരേ വീട്ടിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്തു. പൈസയിൽ ചെറിയൊരു വ്യത്യാസം, വെറും 8 പൈസയുടെ വ്യത്യാസം പൈസയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ രണ്ടുപേരെ ഞെട്ടിച്ചതുപോലെ ആയിരുന്നു. ഈ രണ്ടെണ്ണം ഇതേപോലെ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇവൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.